ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ടുണ്ടല്ലോ അല്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കിച്ചൺ ടൂർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ് കേട്ടോ. ഇത് വാങ്ങിയത് എന്ന് പറഞ്ഞാൽ കുറച്ച് നാളായിട്ട് വാങ്ങിയിട്ട് നമ്മൾ കുറച്ചായിട്ട് വാങ്ങിയിട്ട് അങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട്. നമ്മൾ വന്നു കഴിഞ്ഞാൽ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് റിട്ടേൺ ചെയ്യേണ്ടതല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അത് പൊട്ടിച്ച് നോക്കിയതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. എനിക്ക് നല്ല പോലെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണെന്ന് തോന്നിയത് മാത്രമാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ എന്താ നമ്മളിപ്പം പ്രത്യേകിച്ച് ഇവിടെ ഒരു നാനോ വൈറ്റ് ഒക്കെയാണ് നമ്മൾ ഇട്ടേക്കണത്. നമ്മൾ മുന്നേ ഗ്രാനൈറ്റ് ആകുമ്പോൾ അതിൽ സ്ക്രാച്ചും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പം നമുക്ക് അതിനും വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട് കേട്ടോ അതിൽ. അപ്പം സ്ക്രാച്ച് വരാതിരിക്കാൻ നമ്മൾ ചൂടുള്ള സാധനങ്ങൾ ഇറക്കി വെക്കുമ്പം ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. മറ്റേതാകുമ്പോൾ ഞാൻ റഫ് യൂസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അങ്ങ് ശ്രദ്ധിക്കാറൊന്നും ഇല്ലായിരുന്നു പഴയ കിച്ചൺ ആയിരുന്നു. ഇപ്പോൾ പുതിയ കിച്ചൺ ആയപ്പോൾ നമുക്ക് കുറച്ച് ശ്രദ്ധിക്കണമല്ലോ. അപ്പം അതുകൊണ്ട് അതിനും കൂടി വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ്, അല്ലാതെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ വരുന്നത് സിലിക്കോണിന്റെ ഒരു ട്രിവെറ്റ് മാറ്റ് ആണ് കേട്ടോ. നല്ല ഫ്ലെക്സിബിൾ ആണ് കേട്ടോ. അത് മൾട്ടിപർപ്പസ് ആണ്. ഹോട്ട് പാഡ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ചൂടുള്ള സാധനങ്ങൾ ഇതിൽ ഇറക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്ലോറിനൊന്നും വലിയ കുഴപ്പമൊന്നും വരാതിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഫുഡ് ഹോൾഡർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ചൂടുള്ള സാധനങ്ങൾ നമ്മൾ ഇറക്കി വെക്കുന്ന നേരത്ത് തുണിയൊക്കെ അല്ലേ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ തുണി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കൈ പൊള്ളാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. 134 രൂപയ്ക്ക് ഇത് നല്ല വേർത്താണ് കേട്ടോ. അടുത്തത് എന്ന് പറയുന്നത് നൈഫിന്റെ ഒരു സെറ്റ് ആണ് കേട്ടോ. 3 എണ്ണം കേട്ടോ ഇതിൽ വരുന്നത്. ഒന്ന് വലുത്, പിന്നെ അതിന് ഇത്തിരി കൂടെ ചെറുത്, പിന്നെ തീരെ ചെറുത്, അങ്ങനത്തെയാണ് കേട്ടോ. ഒരുപാട് നാളായിട്ട് കാട്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നാണ്, ഇപ്പോഴാണ് കേട്ടോ വാങ്ങാൻ പറ്റിയത്. 156 രൂപയ്ക്കാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിലയുടെ മാറ്റം വരാറുണ്ട് കേട്ടോ. അപ്പോൾ 156 രൂപയ്ക്ക് നല്ല വേർത്താണ് കേട്ടോ. കാരണം പ്രത്യേകിച്ച് ഇതിന് മൂർച്ച കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വേർത്താണ്. ഒരു നൈഫ് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ തന്നെ 156 രൂപ. ആ സമയത്താണ് നമുക്ക് 3 നൈഫ് കിട്ടുന്നത് കേട്ടോ. അതും നല്ല ഭംഗിയുണ്ട് പിക്ചേഴ്സും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അടുത്ത് നമുക്ക് വരുന്നത് ഫുഡ് സ്ട്രെയിനർ ആണ്. ഇത് 3 സെറ്റ് ഡ്രെയിനർ സെറ്റ് ആണ് കേട്ടോ വരുന്നത്. ഡ്രെയിൻ ചെയ്യാനും സ്ട്രെയിൻ ചെയ്യാനും ഒക്കെ പറ്റും. പിന്നെ ഇതിന് ഹാൻഡിൽ ഉണ്ട് കേട്ടോ. ഹാൻഡിൽ ഉണ്ട്. അത് കാരണം കൊണ്ട് നമുക്ക് പിടിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇതുപോലെയാണ് വരുന്നത്. പിന്നെ ഇതിന് കളറും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെ ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഇതിൽ പാസ്ത, റൈസ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ സ്ട്രെയിൻ ചെയ്യാനും ഡ്രെയിൻ ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ. പിന്നെ ഡിഷ് വാഷർ സേഫ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എത്രത്തോളം എന്ന് എനിക്കറിയില്ല കേട്ടോ. 287 രൂപയാണ് ഇതിന്റെ വില വരുന്നത് കേട്ടോ. നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അടുത്തതെന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. സ്റ്റീമർ ബാസ്ക്കറ്റ് ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് കേട്ടോ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത്. കളറ് സിൽവർ ആണ് വരുന്നത്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഇതിൽ സ്റ്റീം ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അതുപോലെ തന്നെ ഏത് പാത്രത്തിലാണോ നമ്മൾ വെക്കുന്നത് അതിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഇത് ഫ്രൂട്ട്സ് ട്രേ ആയിട്ടോ സ്ട്രെയിനർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിന്റെ പ്രൈസ് വരുന്നത് 204 രൂപയാണ്. 204 രൂപയ്ക്ക് ഭയങ്കര വർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇതിന് ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അത് കാരണം തന്നെ നമുക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് കേട്ടോ. അതുപോലെ തന്നെ താഴെ ഇതുപോലെ തന്നെ 3 ലെഗും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് വെള്ളത്തിന് മുകളിലായിട്ട് അങ്ങനെ ഇരുന്നോളും ചെയ്യും കേട്ടോ. ആവശ്യം കഴിഞ്ഞതിന് ശേഷം നമ്മളിത് പഴയതുപോലെ ആക്കി തന്നെ നമുക്ക് എടുത്തു വെക്കാവുന്നതാണ്. നമ്മുടെ കിച്ചണിലെ സ്പേസ് അങ്ങനെ കളയുന്നില്ല കേട്ടോ. നമ്മുടെ കിച്ചണിൽ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ട പ്രൊഡക്ട്സുകളിൽ ഒന്നാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അടുത്തതായി വന്നിട്ടുള്ളത് 2 ഓയിൽ ഡിസ്പെൻസർ ആണ്. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഇത് നമ്മൾ ഒരുപാട് നാളായിട്ട് നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ എങ്ങനെയോ ശക്തമായി താഴേക്ക് വീണപ്പോൾ പൊട്ടിയതാണ്. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. നന്നായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇത് വളരെ വെർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ. 277 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. വാങ്ങുന്ന സമയത്ത് ഓഫർ റേറ്റും ഉണ്ടായിരുന്നു കേട്ടോ. ചില സമയത്ത് കൂടിയിട്ടും കുറഞ്ഞിട്ടും ഒക്കെ ഇരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് അങ്ങ് വാങ്ങിയാൽ നമ്മുടെ കിച്ചണിൽ മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ്.
അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ വാഷ് ബേസിനും കിച്ചണിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടവലുകളാണ് കേട്ടോ. 4 ടവലാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇത് മൈക്രോ ഫൈബർ ആണ് കേട്ടോ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത്. 180 രൂപയാണ് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതിന്റെ കാണാൻ തന്നെ നല്ല ക്യൂട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിന്റെ അവിടേക്ക് ഇടുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കും കേട്ടോ. അടുത്തതായി വരുന്നത് ഏപ്രൺ ആണ്. മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ്. ചെക്കേഡ് പാറ്റേണിലാണ് കേട്ടോ വരുന്നത്. 2 എണ്ണം വരുന്നുണ്ട്. 163 രൂപയാണ്. 163 രൂപയ്ക്ക് നല്ല വെർത്തായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. 163 രൂപയ്ക്ക് നമുക്ക് ഷോപ്പിൽ നിന്ന് പോയാലൊന്നും വാങ്ങാൻ കിട്ടില്ല. അപ്പോൾ 163 രൂപയ്ക്ക് 2 എണ്ണമാണ് കേട്ടോ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. ഫ്രണ്ടിൽ ഒരു പോക്കറ്റ് ഇതുപോലെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാനും പറ്റും കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ ഇട്ട ഡ്രസ്സിൻ്റെ അതേ കളറും അതേ പാറ്റേണും തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അത് വിചാരിച്ചുകൊണ്ടല്ല ഞാൻ ഇട്ടത്, പക്ഷെ അറിയാണ്ട് അങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ. എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റാണ്. മസ്റ്റ് ബൈ ആയിട്ട് വാങ്ങേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ വാങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ നല്ല അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. നല്ലപോലെ സെലക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും ഓൺലൈനിൽ നിന്ന് വാങ്ങാറ്. കാരണം കിട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പറ്റാറുണ്ട്. അപ്പോൾ അത്രയും നന്നായി നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങാറ്. പിന്നെ എന്താ പറയുക, അതുപോലെ തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിലും ഞാൻ നന്നായിട്ട് നോക്കിയിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോട് എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.